ഇതിപ്പോൾ ഒന്നാം ഘട്ടമാണ് ഇവിടെ സമാപിച്ചതെങ്കിൽ വളരെ താമസിയാതെ തന്നെ കോൺഗ്രസിൻ്റെയും UDFിൻ്റെയും കമ്മിറ്റികൾ ചേർന്ന് അടുത്ത സമരപരിപാടികളുമായി ഞങ്ങൾ മുന്നോട്ട് നീങ്ങും. ഒരു കാര്യം വ്യക്തമാണ്, ഇത് അന്വേഷണം പ്രഖ്യാപിച്ചാൽ മാത്രം പോരാ. നേരത്തെ എൻ്റെ മുൻ പ്രാസംഗികർ ഒക്കെ സൂചിപ്പിച്ചൊരു കാര്യം, മന്ത്രി വാസവൻ രാജിവെക്കണം, നിലവിലുള്ള ദേവസ്വം ബോർഡ് പിരിച്ചുവിടണം. മുൻ ദേവസ്വം ബോർഡിനെതിരായിട്ടുള്ള അന്വേഷണം 2019 ദേവസ്വം ബോർഡിനെതിരായിട്ട് മാത്രമാവരുത്. 2017 അധികാരത്തിൽ വന്ന ദേവസ്വം ബോർഡുകൾ മുതൽ നിലവിൽ ഉള്ള ദേവസ്വം ബോർഡ് വരെയുള്ള ദേവസ്വം ബോർഡുകളെ കുറിച്ച് അന്വേഷിച്ച് ഈ പറഞ്ഞ പോലെ CBI ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷിച്ച് വേണം തീരുമാനമെടുക്കാൻ. വാസവൻ്റെ രാജിയിൽ കുറഞ്ഞ ഒന്നുകൊണ്ടും പ്രതിപക്ഷം തൃപ്തിപ്പെടില്ല. വാസവൻ സ്ഥിരം ആചാര ലംഘനം നടത്താൻ കൂട്ടുനിൽക്കുന്നത് എനിക്ക് കൊടിക്കുന്നിലൊക്കെ പറഞ്ഞു കാണും. അദ്ദേഹത്തിന് സ്ഥിരം ആചാര ലംഘനം അദ്ദേഹത്തിൻ്റെ വകുപ്പിൽപ്പെട്ടതാണെന്നാണ് മൂപ്പരെ തെറ്റിദ്ധാരണ. ശബരിമലയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അദ്ദേഹം തൊഴുന്ന കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? ശബരിമലയിൽ ചെന്ന് കയ്യും കെട്ടി നിൽക്കുക. ഇവിടെ 41 ദിവസത്തെ വ്രതം അനുഷ്ഠിച്ച് ഇരുമണിക്കെട്ടുമായിട്ട് അയ്യപ്പ ഭക്തന്മാർ മലയൗട്ടുമ്പോൾ അവർക്ക് അയ്യപ്പൻ്റെ മുഖം കാണാൻ കഴിയുന്നില്ല, ഇദ്ദേഹം കയ്യും കെട്ടി നിൽക്കുന്നുണ്ട്. അത് ആചാര ലംഘനം. ഞാൻ ഇന്നലെ ഞങ്ങളുടെ ജാഥ ഏറ്റുമാനൂരിൽ വന്നപ്പോൾ ഏറ്റുമാനൂർ ഞാൻ അമ്പലത്തിൽ പോയി ദർശനത്തിന്. അവിടെ കൂടിയ ഭക്തജനങ്ങൾ പറയുകയാണ്, സാർ ഈ അമ്പലത്തിൽ 5 വർഷമായിട്ട് ആചാര ലംഘനം നടന്നുകൊണ്ടിരിക്കുക. കാരണം ആ ക്ഷേത്രത്തിലെ ഏറ്റുമാന ക്ഷേത്രത്തിലെ ഉത്സവത്തിന് ഭക്തജനങ്ങൾ വഴിപാടായി നൽകുന്ന കൊടിക്കൂറ അത് പൂജിച്ചാണ് കൊണ്ടുപോവുക. ആ കൊടിക്കൂറ അമ്പലത്തിലെത്തുമ്പോൾ തന്ത്രി അത് സ്വീകരിച്ച് അകത്തേക്ക് കൊണ്ടുപോകണമെന്നാണ് നിയമം. കഴിഞ്ഞ 5 വർഷം തന്ത്രിക്ക് അത് വാങ്ങാനുള്ള യോഗം ഉണ്ടായിട്ടില്ല. അത് 5ഉം ഈ വാസവൻ വന്നിട്ട് ഏറ്റുവാങ്ങുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഇത് എന്താ വാസവൻ തന്ത്രിയാണോ? ഇതിനൊക്കെ ചില നിയമങ്ങളൊക്കെ ഇല്ലേ? തന്ത്രിമാർ ചെയ്യേണ്ട കാര്യം തന്ത്രിമാർ ചെയ്യണം, മന്ത്രിമാർ ചെയ്യേണ്ട ജോലി മന്ത്രിമാർ ചെയ്യണം, ദേവസ്വം ബോർഡ് ചെയ്യേണ്ട ജോലി ദേവസ്വം ബോർഡ് ചെയ്യണം. അതിന് പകരം അവിടെ കയറി കൊടിക്കൂറ ഏറ്റുവാങ്ങുക, തന്ത്രി കയ്യും കെട്ടി നോക്കി നിൽക്കുക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.